പത്തനംതിട്ടയിൽ യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തി. കലഞ്ഞൂർ പാടത്ത് ബൈജുവാണ് ഭാര്യ വൈഷ്ണവിയെയും അയൽവാസിയായ വിഷ്ണുവിനെയും വെട്ടിക്കൊന്നത്. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചെയ്യുന്നുണ്ട്. രേണുക, എപ്പോഴാണ് സംഭവം? എന്താണ് കൊലപ്പെടുത്താനുള്ള സാഹചര്യം? ഹരിത, ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നാടിനെ നടുക്കിക്കൊണ്ട് വീണ്ടും ഒരു അരും കൊല തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇരട്ട കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ഈ പ്രതി ബൈജു എന്ന് ബൈജു ആണ് ഈ പ്രതി സ്വന്തം ഭാര്യയും അതോടൊപ്പം തന്നെ സുഹൃത്തായ വിഷ്ണുവിനെയുമാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിഷ്ണുവും പ്രതി ബൈജുവും തമ്മിൽ ഇരുവരും സുഹൃത്തുക്കളാണ്, ഒരുമിച്ച് ജോലിക്ക് പോകുന്നവരാണ്. ഒരു സംശയത്തിനെ തുടർന്ന് അല്ലെങ്കിൽ അവിഹിതം എന്ന സംശയത്തെ ആസ്പദമാക്കിയാണ് സ്വന്തം ഭാര്യയും അതോടൊപ്പം തന്നെ ഈ സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. ഇന്നലെ രാത്രി ഏകദേശം 11:30 ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. നിരന്തരമായി ഭാര്യ വൈഷ്ണവിയും ബൈജുവും തമ്മിൽ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വഴക്കിനെ തുടർന്നാണ് വൈഷ്ണവി വിഷ്ണുവിന്റെ വീട്ടിലേക്ക് സുഹൃത്തായ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഓടിച്ചില്ലുകയും ആ വീട്ടിലേക്ക് കടന്നുടനെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് എത്തിയുടനെ വെടുവാൾ അല്ലെങ്കിൽ കൊടുവാൾ വച്ചാണ് ഈ പ്രതി ബൈജു ഭാര്യയും വെട്ടിക്കൊന്നത്. വീട്ടിൽ വെച്ച് തന്നെ സുഹൃത്തിന്റെ മുൻപിൽ വെച്ച് തന്നെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ തടയാൻ ചെന്ന സുഹൃത്തിനെയും ബൈജുവിന്റെ സുഹൃത്തായ വിഷ്ണുവിനെയും കൊല്ലുകയാണ്. സംഭവ സ്ഥലത്ത് തന്നെ ഈ വൈഷ്ണവി മരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെയാണ് സുഹൃത്ത് വിഷ്ണുവിനും മരണം സംഭവിച്ചത്. നിലവിൽ ഇരുവരുടെയും മൃതദേഹം ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ്. കലഞ്ഞൂര് കൂടൽ പ്രദേശത്താണ് ഇരുവരും താമസിക്കുന്നത്. നിരന്തരമായി ഈ ബൈജുവും ഭാര്യയും തമ്മിൽ ഈ ഒരു സംശയത്തെ ആസ്പദമാക്കി കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരുവർക്കും 9ഉം 5 വയസ്സുമുള്ള 2 കുട്ടികളുണ്ട്. നിലവിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കൊക്കെ ഇനി അല്പസമയത്തിനുള്ളിൽ കടക്കും. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കിയതിനു ശേഷമാണ് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ പ്രതി ഈ കൃത്യം ചെയ്തതിനു ശേഷം സുഹൃത്തുക്കളെ വിളിച്ച് അറിയിക്കുകയുണ്ടായിരുന്നു. തൻ്റെ ഭാര്യയും അതോടൊപ്പം തന്നെ സുഹൃത്തിനെയും താൻ വെട്ടിക്കൊന്നു. സംശയത്തെ തുടർന്നാണ് സുഹൃത്തുക്കൾ വഴിയാണ് പോലീസിന് ഈ വിവരം അറിയുന്നതും. സംഭവ സ്ഥലത്തെത്തുമ്പോൾ കൊടുവാൾ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രതി ബൈജു നിന്നത്. അതുകൊണ്ട് പ്രതി തന്നെ കുറ്റം സമ്മതിക്കുന്നുണ്ട്. എന്തിനാണ് കൊലക്കുറ്റം അല്ലെങ്കിൽ എന്താണ് ഈ കൊലയ്ക്ക് പിന്നിൽ എന്ന് ചോദിച്ചാൽ പ്രതി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സംശയത്തെ ആസ്പദമാക്കിയാണ് തൻ്റെ ഭാര്യയും അതോടൊപ്പം തന്നെ സുഹൃത്തിനെയും കൊന്നതെന്ന് പ്രതി പറയുന്നുണ്ട്. വാട്സപ്പ് ചാറ്റുകൾ അടക്കം ഇനി പരിശോധിക്കും. മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ, മറ്റ് സംഭവങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നൊരു കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ ഒരു പ്രാഥമികമായ രീതിയിൽ ഒരു FIR ഇപ്പോൾ കൂടൽ SHOയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കും. ഹരിത. ശരി, രേണുകയാണ് വിശദാംശങ്ങൾ നൽകിയത്.